ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം തുടങ്ങി ഏകദേശം ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഈ മാസം അവസാനിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടത് ഏറ്റവും വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടായി. അതേപോലെ ഈ മാസം അതിനേക്കാളും മൂവ്മെൻറ്റ്സ് ഏകദേശം $500 മൂവ്മെൻറ്റ്സ് ഈ മാസം ഗോൾഡിലുണ്ടായി. നല്ല ബുള്ളിഷ് ലാഭം. നമ്മളിങ്ങനെയൊക്കെ വലിയ ക്യാൻഡിൽസ് വരാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാർ ട്രസ്റ്റായി ഡെയിലി ROI എന്നുള്ള രീതിയിൽ ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്നവരല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പോലും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ലെവലിലേക്ക് പ്രൈസ് വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ലെവലിലേക്കൊക്കെ പ്രൈസ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വരും. എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പുൾ ബാക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് നല്ല ബൈയിങ് പ്രഷർ വരും. അതാണ് നമ്മൾ കഴിഞ്ഞ മാസവും ഈ മാസം ആദ്യമായിട്ടാണ് കണ്ടത്. നല്ലൊരു എക്സ്ട്രീമിൽ വന്ന് നിന്ന സമയത്ത് നമ്മളെല്ലാവരും ഇപ്പം ഞാൻ എൻ്റെ ഒരു 5 വർഷമായിട്ട് ഞാൻ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നു. ഏകദേശം 3 വർഷമായിട്ട് ഞാൻ എല്ലാ വീക്കിലും മന്തും പ്രോഫിറ്റിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നോക്കുമ്പോൾ ഒരു $120-150 വരെയൊക്കെ ഗോൾഡ് ഒരു ദിവസം മൂവ് ചെയ്യണയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രൈസ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് ഏകദേശം 280 ഏകദേശം $300 മൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നത് വളരെ ശക്തമാണ്. എനിക്കും ആ ആഴ്ചയിൽ ആ ദിവസം എനിക്ക് ലോസ് ഉണ്ടായ ഒരു ദിവസമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും വർഷത്തെ ഡാറ്റാസും ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രസ്റ്റ് ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ട്രേഡൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചെറിയ ലോസൊക്കെ വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എനിക്ക് ലോസ് ഉണ്ടാകുന്ന ടൈമിലൊക്കെ എനിക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാനതെടുത്ത് അത് നെക്സ്റ്റ് ട്രേഡുകളിലൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ എൻകാഷ് ചെയ്ത് ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ ലോസിൽ ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കി നിൽക്കാറും കൂടിയില്ല. ലോസിൽ നമ്മളുടെ ആ ഒരു മൈൻഡിലേക്ക് പോയാൽ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റില്ല. റിവഞ്ച് ട്രേഡിലേക്ക് നമുക്ക് വരാൻ പറ്റും. അങ്ങനെ പല ആൾക്കാർക്ക് ഈ ആഴ്ചയിൽ ലോസ് ഉണ്ടായി. ചില ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഇമോഷനൊക്കെ കൺട്രോൾ ചെയ്ത് അവിടെ നല്ല രീതിയിൽ പിടിച്ചിരുന്നു. കിട്ടിയ പ്രോഫിറ്റൊന്നും വിടാതെ കയ്യിൽ തന്നെ കരുതി. നല്ല കാര്യമാണ്. നിങ്ങളപ്പോൾ ഭയങ്കര മെൻ്റലി സ്ട്രോങ് ആയെന്നാണ് അതിനർത്ഥം അങ്ങനെ ചെയ്ത ആളുകൾക്കൊക്കെ. അപ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ച് ലോസ് ഉണ്ടായത് ഒരു ചീത്തക്കാരിയൊന്നുമല്ല. ലോസ് ഉണ്ടായാലും നമ്മൾ ഒരിക്കലും റിവഞ്ച് ട്രേഡ് ചെയ്യുന്ന നമ്മുടെ ഇമോഷണൽ ലോസ് ആയല്ലോ എന്നുള്ളൊരു നിരാശപ്പെടാതെ അതിശക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ പഠിച്ച് അടുത്ത ട്രേഡുകളിൽ അതൊക്കെ എൻകാഷ് ചെയ്യാൻ നോക്കുന്നതാണ് യഥാർത്ഥ ട്രേഡർ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ആഴ്ച എന്താണ് ഇവിടെ സംഭവിച്ചത്. കഴിഞ്ഞ ആഴ്ച വന്ന മൂവ്മെൻറ്റ്സ് മൊത്തം ഈ ആഴ്ച തിരിച്ചിറങ്ങി അല്ലേ. നല്ല രീതിയിൽ പ്രൈസ് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരാഴ്ചത്തെ ക്യാൻഡിലൊക്കെ നോക്കണമെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന് ശേഷം അതിശക്തമായിട്ടുണ്ടായ ഒരു ക്യാൻഡിലും അതിശക്തമായിട്ടുണ്ടായ ഒരു ബിയറിഷ് ക്യാൻഡിൽ. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോണേ? ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് കണ്ട് ഇവിടെ വന്നിങ്ങനെ ഈ സാധനം നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ പറ്റും. വേറെ ഒന്നുമല്ല, നമുക്ക് നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ട്രേഡിംഗ് വോളിയം ഒക്കെ കുറയും. റേഞ്ച് ബിസിനസ്സിലേക്ക് പോകും. ആ ബിസിനസ്സിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഡെയിലി ക്യാൻഡിൽസൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല മൂവ്മെൻറ്റ്സ് ഉള്ള ക്യാൻഡിൽസൊക്കെ കാണാം ഇതേപോലെയൊക്കെ. പക്ഷേ അത് ഏതെങ്കിലും സെർട്ടൻ ടൈമിൽ മാത്രമേ കാണുള്ളൂ. അതായത് ഒരു ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ന്യൂസ് സമയത്ത് പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് പോയി ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാം. അപ്പോൾ ഒരു പ്രൈസ് ഒരു റേഞ്ചിൽ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ സൈഡ് വേ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യത ഈ ഒരു ഏരിയയിലൊക്കെ കൂടുതലാണ്, ഈ ഒരു മാസങ്ങളിലേക്ക് കൂടുതലാണ്. നമുക്ക് ഡേയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം. 5 ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ മൺഡേ പ്രൈസ് എല്ലാ മൺഡേയിലും ബുള്ളിഷ്, നമ്മൾ പറഞ്ഞതാണ് എല്ലാ മൺഡേയിലും ബുള്ളിഷിലേക്ക് പോകുന്ന അതേപോലെ തന്നെ പ്രൈസ് പോയി ഈ ഒരു ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ ശ്രദ്ധിക്കണം. ഈ ഒരു ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തു. എന്തായാലും ഈ ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ എടുത്താൽ എന്ത് സംഭവിക്കും? ഒരു റിയാക്ഷൻ നമുക്ക് അവിടെ കിട്ടും. ആ റിയാക്ഷൻ നമ്മൾ വിചാരിച്ചൊരു ബുള്ളിഷ് ക്യാൻഡിലെ ലോ എടുക്കുമ്പോൾ എടുക്കണം. പക്ഷേ പ്രൈസ് വീണ്ടും വീണ് ഇവിടം വരെ എത്തി. ഇവിടെ നിന്ന് പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയെങ്കിലും അതും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രൈസ് വീണ്ടും വീണു. പക്ഷേ ഈ ഒരു OB പ്രൈസ് ഫെയിലാക്കി കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ താഴേക്ക് വീണ്ടും വന്നാണ്. പക്ഷേ പ്രൈസ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ടല്ല. അതെ ഈ പറയുന്ന ശരിക്കും പ്രൈസ് വരേണ്ടത് എങ്ങനെയായിരുന്നെന്നറിയാമോ? സാധാരണ നമുക്ക് വലിയ ഒരുവിധം നല്ല പ്രോഫിറ്റ് കിട്ടേണ്ട രീതിയിലാണ് വന്നെങ്കിൽ പ്രൈസ് ആദ്യത്തെ ദിവസം ഇത്രയും ഇറങ്ങി ഈ ലോ എടുത്തു, റിയാക്ട് ചെയ്തു, നെക്സ്റ്റ് ഈ ലോ എടുത്തു, റിയാക്ട് ചെയ്തു. ഇങ്ങനെയായിരുന്നു പ്രൈസ് തന്നെയെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പൊസിഷനിൽ നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എഫിഷ്യൻ്റായിട്ടാണ് പ്രൈസ് മൂവ് ചെയ്ത് നമുക്ക് വലിയ ലോസ് ഒന്നും. ഇത് പ്രൈസ് ഒറ്റ ദിവസം ഈ വീണത് ഒരുപാട് വരെ $1.2 ട്രില്യൺ ലിക്വിഡേറ്റ് ആയത് ആ ദിവസം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്, ഇനി എന്താണ് മാർക്കറ്റിന്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബുള്ളിഷിലേക്കുള്ള സാധ്യതകൾ നിങ്ങൾ യൂസ് ചെയ്യുക, സെല്ലിലേക്ക് ഇട്ടുള്ള സാധ്യതകൾ നിങ്ങൾ യൂസ് ചെയ്യുക. പക്ഷേ
ഞാൻ ഒരു 70% നിങ്ങൾ ബുള്ളിഷ് ആയിട്ടുള്ള സാധ്യതകൾ യൂസ് ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ പ്രൈസ് ഇവിടെ വീണ് നിന്ന സമയത്തും ഈ മൂവ്മെൻറ്റ്സ് എല്ലാം ബൈയിലേക്കുള്ള സാധ്യതകളാണ് നമുക്ക് തന്നത്. അപ്പോൾ ഡേയുടെ ഓബിയിൽ നമുക്ക് വരുമ്പോൾ 4 ഹവറിൽ നല്ലൊരു IFC ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. നല്ല കൺഫർമേഷനാണ് അത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. 4 ഹവറിൽ നമുക്കിവിടെ OB ഉണ്ട്. നമുക്ക് 4 ഹവറിൽ നമുക്ക് OB വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 50 മിനിറ്റ് 1 ഹവറിലൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഡേയുടെ തന്നെ നമുക്ക് 1 ഹവറിലൊക്കെ 1 ഹവറിൽ നല്ലൊരു POI ഉണ്ട്. അതേപോലെ 1 ഹവറിൽ മാത്രമല്ല 50 മിനിറ്റിൽ നമുക്ക് അവിടെ ഉണ്ട്. നമുക്ക് 5 മിനിറ്റിലൊക്കെ നല്ലൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് അവിടെ നിന്നാണ് മൂവ് ചെയ്തത്. അപ്പോൾ നമ്മൾ 4 ഹവറിൻ്റെ OBയിൽ വരുമ്പോൾ നമുക്ക് സിംഗിൾ ക്യാൻഡിൽ അല്ലാതെ നമുക്ക് എക്സ്ട്രാ നല്ലൊരു കൺഫർമേഷൻ നോക്കി കഴിയുമ്പോൾ ഫ്ലിപ്പ് വിത്ത് ഐഡിയ ഈ സാധനമാണ് ഈ ലോയിനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്തിയേക്കുന്നത്. ഇപ്പോഴും പ്രൈസ് എന്തുകൊണ്ട് അത്രയും ഫാസ്റ്റായിട്ട് വീണ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് പല ആൾക്കാരും ഒന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പോലും ശ്രമിക്കുന്നില്ല. അതായത് ഈ ലോയ്ക്ക് ഈ ഹൈക്ക് നമ്മളിവിടെ ഐഡിയമായിട്ട് വരച്ചത് ഒരു OB ആണ്. അവിടെ റിയാക്ട് ചെയ്തു, പ്രൈസ് ബോഡി ബ്രേക്ക് ചെയ്തു, ഐഡിയം എടുത്തു, പ്രൈസ് ആ ഒരു ലോ ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് എപ്പോഴൊക്കെ വന്നോ പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കി ഇവിടെ 4012 എവിടം വരെ റിയാക്ട് ചെയ്തെന്നൊക്കെ 87 വരെ ഉണ്ട് അല്ലേ. അപ്പോൾ ഏകദേശം ഒരു $75 മൂവ് ചെയ്തു. വീണ്ടും ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് വീണ്ടും എന്ത് സംഭവിച്ചു, 4012 പ്രൈസ് 112 വരെ വന്നു, 4100. അപ്പോൾ $100 മൂവ്മെൻറ്റ്സ് നമുക്ക് തന്നു. ആ ഒരു പൊസിഷനിലേക്ക് പ്രൈസ് എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ പ്രൈസ് എന്ത് ചെയ്യുന്നു, വളരെ കുതിച്ച് കയറിപ്പോകുന്നത് തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൈസ് ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണെന്ന് പറയുന്നത്. നമുക്ക് ബിയറിഷിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഹവറിലൊക്കെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒരിക്കലും നമുക്ക് 1 ഹവറിൽ തരുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായ ഒരു ബിയറിഷ് എന്നാലും ഓൾമോസ്റ്റ് ഇതൊരു ബുള്ളിഷിൽ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഡേയുടെയും വീക്കിൻ്റെയൊക്കെ ഒരു സൈഡ് വേ ട്രെൻഡ് കാണാം. അപ്പോൾ പ്രൈസ് ഈ സൈഡ് വേ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങൾ ഈ വീക്കൊക്കെ ബൈ തന്നെ എടുക്കുക. പിന്നെ നമുക്ക് ഇപ്പോൾ മൺഡേ സെല്ലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്നല്ല സെല്ലിലേക്കുള്ള ലിക്വിഡിറ്റികൾ എടുത്ത് സൈസ് റിയാക്ട് ചെയ്യുന്നു. നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് അത് ഫെയിലാകാതെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് സെല്ലിലേക്ക് എടുക്കാം. പക്ഷേ ഈ ഒരു റേഞ്ച് വന്നു കഴിഞ്ഞാൽ 2 സൈഡിലേക്കും ട്രേഡ് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് ഒരു റേഞ്ച് മാർക്കറ്റ് ഡിസംബറിലേക്ക് മാർക്കറ്റ് നവംബർ മുതൽ തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഒരു ലോ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബൈ എടുത്ത് ഹോൾഡ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുക. ടാർഗറ്റൊക്കെ വളരെ മൈന്യൂട്ട് ആയിക്കോട്ടെ, വളരെ ചെറുതായിരിക്കും. ഒരു സെക്ഷൻ ചിലപ്പോൾ വളരെ ചെറിയ കഴിഞ്ഞ വർഷമൊക്കെ നോക്കി കഴിഞ്ഞ വർഷം എൻ്റെ മുമ്പത്തെ വർഷമൊക്കെ നോക്കി കഴിഞ്ഞാൽ $4 $5 സെക്ഷൻ ഉണ്ടായിരുന്നു. ഏഷ്യൻ ഡോളറിൽ ആകെ മൂവ് ചെയ്തേക്കണം $5. ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം $50 $60 ആണെങ്കിൽ നേരെ പകുതി. അപ്പോൾ നമുക്കൊരു $10 മൂവ്മെൻറ്റ് ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ $5 ഏതാണുള്ളതെന്ന് വെച്ചാൽ അത് ടാർഗറ്റ് ചെയ്ത് ഇറങ്ങും. അങ്ങനെ നമ്മളൊരു 3 ആഴ്ച 4 ആഴ്ച സുഖമായിട്ട് ട്രേഡ് ചെയ്ത് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ടിസ്റ്റ് വരുന്നത്. ഒരു കൺഫർമേഷൻ കിട്ടി, ലിക്വിഡേറ്റ് ചെയ്ത് സെക്കൻഡ് കൺഫർമേഷൻ കിട്ടി, ലിക്വിഡേറ്റ് ചെയ്ത് തേർഡ് കൺഫർമേഷൻ എന്നൊക്കെ പ്രൈസ് പോകാം. സെക്കൻഡിൽ നിന്ന് തേർഡിൽ നിന്നൊക്കെ ആയിരിക്കും പോകാൻ തുടങ്ങുക. ലിക്വിഡേറ്റ് ചെയ്ത് പോയി ടാർഗറ്റ് അടിക്കും. ഇതൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അത് ഈ റേഞ്ച് മാർക്കറ്റ് തുടങ്ങുമ്പോൾ ആദ്യം വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ആ മാർക്കറ്റിൽ തന്നെ നിങ്ങൾ നല്ലൊരു പ്രോഫിറ്റ് എടുക്കുക. അല്ലാതെ ആ മാർക്കറ്റ് നിങ്ങൾ നോക്കിയിരുന്നിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ട്രേഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് കൺഫർമേഷനിൽ ട്രേഡ് ചെയ്താൽ നമുക്കറിയാം ആ ലിക്വിഡേറ്റ് ചെയ്ത് സെക്കൻഡ് കൺഫർമേഷനിലാണ് പോകുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ആ സെക്കൻഡ് കൺഫർമേഷനിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റുകളൊക്കെ നമുക്ക് ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ബൈ സെറ്റപ്പിൽ തന്നെ തുടരുക. ബൈ കിട്ടുന്ന എൻട്രികളെല്ലാം എടുക്കുക. അതേപോലെ തന്നെ സെല്ലിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ ഏകദേശം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമെന്ന് അറിയായിരുന്നു. നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ആ ഒരു സെല്ലിങ് പൊസിഷൻ നമ്മൾ ഇട്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച അതിലല്ല, വയസ്സ് ഏറ്റവും ഹൈയിൽ വന്നിട്ടാണ് പ്രൈസ് ഇറങ്ങിയത്. നമ്മൾ ഈ ഒരു ഇത് ഇറങ്ങുമ്പോൾ റിയാക്ട് ചെയ്യും, ജസ്റ്റ് ഇത് റിയാക്ട് ചെയ്തും ഇതും ജസ്റ്റ് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം പ്രൈസ് ഇനി ഇവിടെ നിന്ന് ഒരുവിധം ഡ്രോപ്പ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി അത് പറയുകയും ചെയ്തതാണ്. ഇത് രണ്ടും ചെറിയ റിയാക്ഷൻ തന്നേക്കണതുകൊണ്ട് തന്നെ മേളിൽ ഇത് ഉണ്ടാവും. ചിലപ്പോൾ ഒരു പ്രീവിയസ് ഡേയുടെ ലോ വരെ പോകുമെന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ച പ്രീവിയസ് ഡേയുടെ ലോയും കഴിഞ്ഞ് പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് താഴേക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേറെ ഒരിടത്തുനിന്ന് നമ്മൾ ബൈ എടുത്തില്ല, ഡേ എടുത്ത. അപ്പോൾ അത്രയും നേരം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ഷമയോടെ കാത്തിരുന്നു. അതിനുശേഷം പ്രൈസ് ഇവിടെ നിന്നൊക്കെ ഒരു പൊസിഷനിലാണ്. പക്ഷേ ഇതൊക്കെ പലപ്പോഴും നമുക്ക് കിട്ടിയ കൺഫർമേഷനിൽ കുഴപ്പമില്ലാഞ്ഞു. പക്ഷേ പ്രൈസ് വീണ്ടും താഴേക്ക് വന്നു. ഒരു ഘട്ടത്തിൽ പ്രൈസ് താഴേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി $300 ഈ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ കയറാനുള്ള സാധ്യത. പക്ഷേ ആ സമയത്ത് ചില ആൾക്കാർക്കും എനിക്കൊക്കെ ഒരുവിധം ലോസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ട്രേഡ് എടുത്ത് സൂക്ഷിച്ചാണ് ട്രേഡ് ചെയ്തത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക, നല്ലൊരു പ്രോഫിറ്റൊക്കെ എടുക്കുക. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ നിന്നൊക്കെ
സുഖമായിട്ട് നല്ല കൺഫർമേഷനിലായിരിക്കും ഗോൾഡ് കിട്ടുന്നത്. ആ കൺഫർമേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതങ്ങനെ ഫെയിലൊന്നും ചെയ്യാറില്ല. മറ്റേത് പേരിനേക്കാളും നല്ല രീതിയിൽ ട്രേഡ് ചെയ്താൽ പോകാൻ പറ്റുന്ന, നല്ല കോൺഫിഡൻസ് കിട്ടുന്ന, നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പെയറാണ് നമ്മുടെ XAUSD ഗോൾഡ്. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ടിൽ ഈ മാസം പ്രൈസ് ബിയറിഷായിരുന്നു. കഴിഞ്ഞ മാസം പ്രൈസ് ബിയറിഷായിരുന്നു. ഈ ആഴ്ചയും പ്രൈസ് ബിയറിഷായി. ഒരു സൈഡ് വേ ട്രെൻഡ് ആണല്ലോ, ഒരു ബിയറിഷ് സൈഡ് വേ ട്രെൻഡ്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേവരെ ഡേയുടെ ടാർഗറ്റ് അടിച്ചിട്ടില്ല. ഞാൻ ഈ ഒരു പൊസിഷനിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് പ്രൈസ് ഒരു റേഞ്ചിൽ നിന്ന് പ്രൈസ് ഇനി കയറാനും ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. എന്നാലും ഡേയുടെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ബിയറിഷ് ക്യാൻഡിൽസ് തന്നെയാണ്. അപ്പോൾ സെല്ലിലേക്കുള്ള സാധ്യത പരമാവധി യൂസ് ചെയ്യുക. പക്ഷേ സെൽ പൊസിഷനിൽ ഇങ്ങനെ പല പൊസിഷനിലും വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന കൺഫർമേഷൻ ധൈര്യമായിട്ട് കയറുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 50 മിനിറ്റിൻ്റെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് അങ്ങനെയാണ് കയറി. എനിക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടി. അതിൽ നിന്ന് കറക്റ്റായിട്ട് പ്രൈസ് ഇറങ്ങിപ്പോകുന്നു. എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് കേട്ടോ. നമ്മൾ 50 മിനിറ്റിൻ്റെ OBയിൽ വന്നില്ല, 2 OB മേളിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടി. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ട്രേഡ്സുകളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേപോലെ പാറ്റേൺസ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഒരു OBയിൽ വന്നു, പ്രൈസ് നേരെ ഇവിടെ OBയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ന്യൂസ് സമയം ആയതുകൊണ്ട് തന്നെ പ്രൈസ് OBയിൽ വന്നു. പക്ഷേ നമുക്കൊരു ബ്രേക്ക്. അപ്പോൾ ബൈയിലേക്ക് നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ സെല്ല് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. നമുക്ക് EURUSDയിലേക്ക് വരാം. നമുക്ക് മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ട സെയിം ക്യാൻഡിൽസ് തന്നെ നമുക്ക് ഇവിടെ കാണാം. മന്തിൽ വേറെ ഒന്നും പറയാനില്ല. വീക്കിലാണെങ്കിൽ സൈഡ് വേ ട്രെൻഡ് ആണ്, വേറെ ഒന്നും ഇല്ല ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് 2 ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിരിക്കും 2 സൈഡിലേക്ക് കൊടുക്കുക. ഇതിനകത്താണെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലും ബിയറിഷ് ക്യാൻഡിലും ഉണ്ട്. നിങ്ങൾക്ക് 2 സൈഡിലേക്കും കിട്ടുന്നത് എടുക്കുക. ഇവിടെയൊക്കെ പ്രൈസ് വന്നെങ്കിൽ ധൈര്യമായിട്ട് ലോങ് ടൈം ഹോൾഡിംഗ് ബൈസ് എടുക്കുക. അപ്പോൾ നമുക്കത് നവംബർ പകുതി ഡിസംബറിലൊക്കെയാണ് വന്നെങ്കിൽ ഫസ്റ്റ് റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഒരു റേഞ്ച് തന്നെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ വലിയ ടാർഗറ്റും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മാസങ്ങളോളം നോക്കിയിരിപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ 4 ഹവറിൻ്റെ OBയിലേക്ക് വരുമ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ സെല്ലും ലിക്വിഡിറ്റി എടുക്കുമ്പോഴത്തേക്കും അതേപോലെ 50 മിനിറ്റിൻ്റെ ഒക്കെ സ്ട്രക്ചർ വരക്കുന്നവർക്കൊക്കെ 50 മിനിറ്റിൻ്റെ POIകളും ബൈ സെല്ലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. ഇതാണെങ്കിലും നമ്മുടെ ഡേയുടെ ഒരു OBയിൽ തൊട്ടടുത്ത് വന്നിട്ട് പ്രൈസ് മൂവ് ചെയ്ത് പോയിട്ട് ഇപ്പോൾ അവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കണേ. നമുക്ക് നോക്കാം. എല്ലാ കറൻസികളെയും പോലെ ഈ ഒരു മാസം ഒരു ബിയറിഷാണ്. ഈ ഒരാഴ്ച പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഡേയുടെ ഈ ഒരു OBയിൽ വന്നില്ല എന്ന് പറഞ്ഞ് ഇനി വരുമ്പോൾ ട്രേഡ് ചെയ്യാമെന്ന് പല ആൾക്കാർ, ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പല ആൾക്കാർ, ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് റിയാക്ഷൻ തന്നെ ഈ ഡേയുടെ ഒരു പ്രീവിയസ് ഹൈയിലേക്ക് പ്രൈസ് പോവുകയും ചെയ്യും. പിന്നെ പ്രൈസ് ഒരു സൈഡ് വേ ട്രെൻഡ് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിലും പിന്നെ ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല പ്രോഫിറ്റ് എടുത്ത് മാറുക. ഇവിടെ വന്നെയാണെങ്കിൽ ധൈര്യമായിട്ട് ആ ട്രേഡ് എടുക്കാനായിട്ട് തന്നെ നോക്കുക. നമുക്ക് 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു പൊസിഷനിൽ തന്നെയാണ് 4 ഹവറിൻ്റെ OB. അപ്പോൾ മൾട്ടിപ്പിൾ POI ഉള്ളത്, ധൈര്യമായിട്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ ട്രേഡ് എടുക്കുക. നമുക്കല്ല ഇതേപോലെ കണ്ട സെല്ലിൻ്റെ ലിക്വിഡിറ്റി എടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ലോ പ്രീവിയസ് ഹൈ ഒക്കെ തന്നെ ബൈയും സെല്ലും എടുക്കുമ്പോൾ ടാർഗറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീക്ക് അടിപൊളിയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാകട്ടെ. അതേപോലെ തന്നെ നമ്മളൊരു ട്രേഡിങ്ങിൻ്റെ പുതിയൊരു പേജ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അതിനുവേണ്ട നിങ്ങൾക്ക് വേണ്ട വീഡിയോസുകൾ നമ്മൾ ചെയ്യും. ഇത് ട്രേഡിംഗ് ഐഡിയാസ് ഇത് ട്രേഡിംഗ് സീക്രട്ട് എന്നാണ് നമ്മളുടെ പേജിൻ്റെ പേര്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടെലിഗ്രാമിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പും കൂടിയുണ്ട്, ഒരു പബ്ലിക് ഗ്രൂപ്പും കൂടിയുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അതിലാടുക. അതുപോലെ കോഴ്സിന് താല്പര്യമുള്ള ആളുകൾ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കോഴ്സിനായിട്ട്. നമ്മൾ വേറെ ഫണ്ട് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ സിഗ്നൽസോ ഒന്നും കൊടുക്കുന്നില്ല. പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ട്രേഡിംഗ് ഡൗട്ട് കാര്യങ്ങളുള്ള ആൾക്കാർക്ക് നമ്മൾ ക്ലിയർ ആയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മളൊരു പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.